വാഴക്കുല, ചങ്ങമ്പുഴയുടെ കവിതയല്ല വാഴക്കുല. ഇത് ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള വാഴക്കുല കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അടി ഒക്കെ ഒന്ന് വെടുപ്പാക്കണം, വൃത്തിയാക്കണം. കഴിഞ്ഞ വർഷം നട്ടതാണ് ഈ വാഴ. അപ്പം മലയപ്പുലയനും മക്കളും ഭാര്യയൊക്കെ പുലിയും കൂടിയിട്ട് വെള്ളം തേവി നനച്ച പോലെ ഞങ്ങൾ നനച്ചൊന്നുമില്ല. കഴിഞ്ഞ വർഷം നട്ടു, ഇതുപോലെ കൊല കിട്ടിയണ്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം, ഈ വാഴ തന്നെ എന്നോട് പറയണ്, താൻ എന്നെ നോക്കിയില്ലെങ്കിലും രക്ഷിച്ചവന് ഒരു തല കൊടുത്തു, അതായത് വാഴക്കൊല. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ വാഴ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം ലെസൺ ഉണ്ടായിരുന്നു. അതിൽ വാഴക്കൊലേനെ പറ്റിയിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രക്ഷിച്ചവന് തല കൊടുത്തു എന്നോ വാഴ അങ്ങോട്ട് പറഞ്ഞിട്ടൊരു കഥയുണ്ടായിരുന്നു, സ്റ്റോറി. അപ്പോൾ ഇന്നൊന്നും അതൊന്നും പഠിക്കാനില്ല. കണ്ടില്ലേ ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഇത് ചിലതൊക്കെ മഴക്കാലം ആയതുകൊണ്ട് ചിലതൊക്കെ കേടുവരും. അപ്പോൾ അത് ഞാൻ കളഞ്ഞു. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ പഴുത്തങ്ങാണ്. ഇന്ന് ഇതൊന്നും ആർക്കും വേണ്ട. ഇതുപോലെ ഈ കാട്ടി വന്നിട്ട് പൊട്ടിച്ചോളാൻ പറഞ്ഞാൽ ഒരാളും വരില്ല. കണ്ടില്ലേ, അടിപൊളി സാധനമാണ്. അപ്പോൾ സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആള്. ഈ വീഡിയോകളൊക്കെ മുഴുവൻ ഷൂട്ട് ചെയ്യുന്ന ആള് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ പലരും ചോദിക്കും, ഇത് ആരാണ് ക്യാമറമാൻ, ആരാണ് എൻ്റെ ഭാര്യ. അവളെല്ലാം എപ്പോഴും നോക്കിയാലും അങ്ങോട്ട് വിളിച്ചാലൊക്കെ ഓടി വരുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ സ്വന്തം മക്കളായാലും ആരെന്ന് വിളിച്ചാലൊന്നും അങ്ങനെ വരില്ല. അപ്പം നല്ല രുചിയാണ്. അപ്പോൾ കഴിഞ്ഞ വേനൽക്കാലത്ത് നട്ടതാണ്. ഈ വർഷക്കാലത്ത് ഇഷ്ടം പോലെ കായലുണ്ടായി. അപ്പോൾ ഡിസയറും അന്യം ജോലിക്കുമ്പോൾ ഡിസൈറിനെ കൊണ്ടാക്കി കൊടുക്കും ചാലക്കുടിയിൽ. അവിടുന്ന് കൃഷിഭവനിൽ നിന്ന് മേടിച്ചുകൊണ്ട ഏറ്റവും മുന്തിയ തരം പാഷൻ ഫ്രൂട്ടാണത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വയലറ്റും ഉണ്ട്, പച്ചയുണ്ട്, യെല്ലോ. അപ്പോൾ ഇതൊക്കെ യെല്ലോ ആണ്. അപ്പം ഞാനൊക്കെ ഇതുപോലെ വാഴയുടെ കഴ വൃത്തിയാക്കാനും അല്ലെങ്കിൽ വാഴക്കൊല വെട്ടാനൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പൊടിച്ചുകൊണ്ട് പോകും. പിന്നെ എൻ്റെ പണി വിത്ത് ഇട്ട് അവിടെയൊക്കെ ഒന്ന് ഇതൊക്കെ പടർന്ന് തുടങ്ങുക, പിന്നെ ആ വഴിക്ക് പോവില്ല. കണ്ടില്ലേ, ഇഷ്ടം പോലെയാണ്. അപ്പോൾ സബിതയുടെ പണിയാണ് ഇവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് ഇതൊക്കെ ആയിന്ന് പറയും. അപ്പോൾ ഇന്നാള് 2-3 കിട്ടിയപ്പോൾ പറഞ്ഞു ഇവിടെയൊക്കെ ആകെ കാടും പുല്ലാണെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊന്നൊക്കെ ഇതൊക്കെ പുല്ലും കാടൊക്കെ വെട്ടിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കടയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടു. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് 2-3 ഇങ്ങനെയായിരുന്നു നോക്കിയ. അപ്പൊ ഉണ്ടോ, ഇത് കുഴിച്ചിട്ട് എന്ത് തേക്കിന്റെ കടയ്ക്ക്, തേക്കിന്റെ മുകളിൽ പോയി അവൻ ഇഷ്ടം പോലെ ഉണ്ടായി. കണ്ടില്ലേ തൂങ്ങി കിടക്കണ്. അപ്പൊ ആ തേക്ക് മരത്തുമ്പോ ഞാൻ നേരെ ഒരു കയറ് കണ്ടില്ലേ, ഒരു കയറ് തെങ്ങും വെട്ടി. ഈ തെങ്ങും വെട്ടി ഇനി അടുത്ത തെങ്ങും വെട്ടി. ഇനി പന്തലൊന്നുമില്ല, ഇതുമോടാവാൻ പൊക്കോളും. ഇതിന്റെ വള്ളിയുമ്പോൾ ഒരു സ്പ്രിങ് ഉണ്ട്, അതിങ്ങനെ ചിറ്റി പിടിച്ചിട്ട് അങ്ങനെ കയറി പൊക്കോളും. കണ്ടില്ലേ തെങ്ങ്, ഇത് അടുത്ത തെങ്ങ്. അപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ കാടും പുല്ലും നിറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഒരടി സ്ഥലം മാത്രം വൃത്തിയാക്കിയാൽ മതി. എവിടെ ഇതിന്റെ കട, ബാക്കിയുള്ളിടത്തൊക്കെ അവിടെ കിടന്നോളും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പറമ്പിൽ 2 കുഴിച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് എന്തെങ്കിലും വെള്ളമെടുത്ത് വരുമ്പോഴോ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വരുമ്പോഴൊക്കെ വെള്ളം ദാഹിക്കുമെന്നും വീട്ടിൽ പോകണ്ട, ഇതങ്ങോട്ട് പൊട്ടിക്കുക കുടിക്കുക ഇത് തന്നെ പണി. കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഒരടി സ്ഥലം മതി. ഒരടി ആ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു കുഴിയൂത്ത ഒരടിക്ക് താഴ്ചയിൽ, എന്നിട്ട് വല്ല ചവറ് കുറച്ച് വളങ്ങളൊക്കെ ഇടുക. അതിന് ശേഷം അത് മൂടുക. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ തൈ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ കട കാണിച്ചു തരാം. കട നിൽക്കാനുള്ള സ്ഥലം വേണ്ടു. പിന്നെ നിങ്ങളുടെ മുറ്റത്ത് കണ്ടില്ലേ, ഇതിൻ്റെ കട ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതിൻ്റെ കട നോക്കിയേ, ആകെ 2 ഇഞ്ച് വണ്ണമുള്ളൂ ഇതിൻ്റെ കടയ്ക്ക്. പിന്നെ അങ്ങോട്ട് പടർന്നു വേണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ 5-6 കയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിയാണെങ്കിൽ അതുമോടൊപ്പം പൊക്കോളും. ഇഷ്ടം പോലെ കായ കിട്ടും. അത് തന്നെയല്ല, വേനൽക്കാലത്ത് നല്ല തണല്, നല്ല ഒരു വീട്ടുമുറ്റത്ത് ഒരു പന്തലിട്ട പോലെ അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കായകൾ പൊട്ടിക്കും. ഇതുപോലെ ഞാനൊക്കെ പൊട്ടിച്ചു കൊണ്ടുമ്പോൾ കണ്ടിട്ട് ഈ യൂട്യൂബ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൊതിച്ചിരിക്കുന്നു വേണ്ട, നേരെ വണ്ടി കയറിക്കോ എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ തൈകളാണ്. ഇത് പറിച്ചു കൊണ്ടുപോവാ, കുഴിച്ചിടുക, ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടില്ലേ.
അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാലോ 1 കിലോയ്ക്ക് 150 രൂപയാണ് നമ്മളുടെ ഫ്രൂട്ട് സ്റ്റാളിൽ പോയി മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ലുലു മാർക്കറ്റ് അവിടെ 150 രൂപ 1 കിലോ. അപ്പം നമുക്ക് ഇതുപോലെ പണിയെടുത്ത് കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം ആരോഗ്യം കിട്ടും. അപ്പം ഞാനൊക്കെ കാലത്ത് 5:30 ഞാനും സബിതയും കൂടിയിട്ട് ഒരു 3-4 കിലോമീറ്റർ നടക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആണ് ഈ കൃഷിപ്പണികളൊക്കെ. അപ്പം ഇതിന് ഷുഗറൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ്, ഷുഗറും ഉണ്ട്, എന്നാൽ സൂറും ഉണ്ട്. സൂറ് എന്ന് വെച്ചാൽ പുളി രസവും ഉണ്ട്, മധുര രസം. അപ്പം ഇതിൻ്റെ രുചി പുളി മധുരം. കണ്ടില്ലേ വയലറ്റ് ഇവിടെ ഒരു തേക്കുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതിൻ്റെ മുകളിലുണ്ടാകുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. കണ്ടോ, ഈ ഫ്രൂട്ടിൻ്റെ ഈ പഴക്കൊട്ട മുഴുവനും പഴങ്ങളാണ്. കണ്ടില്ലേ, നമ്മുടെ പപ്പായ ഉണ്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, മാംഗോ ഉണ്ട്, മാങ്ങ പഴുത്തത്, ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും.